നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കുരിശിൽ സമവായമായില്ല. ബോണക്കാട് വിഷയത്തിൽ സമവായം കാണാതെ വിശ്വാസികളുമായുള്ള തഹസീൽദാരുടെ ചർച്ച. കുരിശുമലയിലേക്ക് 15 പേരെ കടത്തിവിടാമെന്ന് തഹസീൽദാറും പറ്റില്ലെന്ന് വിശ്വാസികളും. തീർത്ഥാടനത്തിനെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും സന്ദർശനാനുമതി നൽകണമെന്ന് നെയ്യാറ്റിൻകര അതിരൂപത. വിശ്വാസം കൈവിടാനാവില്ലെന്നും സമവായ ചർച്ചയിൽ പ്രതികരണം. സർക്കാർ നിർദ്ദേശം അവഗണിച്ച് ബാരിക്കേഡ് തകർത്ത വിശ്വാസികൾക്ക് നേരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. സംഘർഷത്തിൽ വൈദികരടക്കമുള്ളവർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. തുടർന്ന് പോലീസ് ലാത്തി വീശിയതോടെ വിശ്വാസികൾ വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. ബോണക്കാട് സംഘർഷത്തിൽ കലാശിച്ചത് കുരിശുമലയിൽ പുതിയ കുരിശ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വിശ്വാസികൾ നടത്തിയ യാത്ര. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം കുരിശുമലയിൽ 60 വർഷം മുൻപ് സ്ഥാപിച്ച കുരിശ് തകർത്തത്. ഇതേ തുടർന്ന് ഇങ്ങോട്ടുള്ള സന്ദർശനവും വിലക്കിയിരുന്നു. എന്നാൽ ഉത്തരവ് മറികടന്ന് വിശ്വാസികൾ പ്രദേശത്ത് അതിക്രമിച്ചു കടക്കുകയായിരുന്നു. ചാണ്ടിയെ കൈവിട്ട് സർക്കാരും. മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റം സമ്മതിച്ച് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ആലപ്പുഴ ജില്ലാ കളക്ടർക്കെതിരെ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി നൽകിയ ഹർജിയിൽ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. തോമസ് ചാണ്ടി അനധികൃതമായി നിലം നികത്തി. ആവശ്യമായ റവന്യൂ രേഖകളെല്ലാം കമ്പനിക്ക് നൽകിയിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ. വിഷയത്തിൽ 10 ദിവസത്തിനകം തോമസ് ചാണ്ടി തടസ്സവാദം നൽകണമെന്ന് ഹൈക്കോടതി. 15-ന് ജില്ലാ കളക്ടർ മുമ്പാകെ ഹാജരാകാനും നിർദ്ദേശം. തോമസ് ചാണ്ടിയെ സർക്കാരും കൈവിട്ടത് നിലം നികത്തലുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കണം എന്ന ആവശ്യം കളക്ടർ നിരാകരിച്ചെന്നും തുടർ നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് വാട്ടർ വേൾഡ് കമ്പനി സമർപ്പിച്ച ഹർജികളിൽ. ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കമുള്ള റിപ്പോർട്ടിൽ ഭൂമി നികത്തിയത് വ്യക്തമായെന്ന് സർക്കാർ. എന്നാൽ നെൽവയൽ നികത്തൽ നിയമം നടപ്പാക്കുന്നതിന് മുൻപാണോ ഭൂമി നികത്തിയത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് തോമസ് ചാണ്ടിയുടെ അഭിഭാഷകൻ. റിപ്പോർട്ട് തയ്യാറാക്കിയത് ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥല പരിശോധന നടത്താതെയെന്നും ആരോപണം. ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടർ എന്ന് ഹൈക്കോടതി. ഇനി അമല പറയണം. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ അമല പോളിനെതിരെ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ. താരത്തെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യം. നടപടി അമലയും രജിസ്ട്രേഷൻ നടത്തിയ വീട്ടുടമയും നൽകിയ മേൽവിലാസത്തിൽ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്ന് താരത്തിനെതിരെ നോട്ടറിയും മൊഴി നൽകിയിരുന്നു. വിലാസത്തിലുള്ള വീടിന്റെ താഴത്തെ നിലയിലാണ് താമസിച്ചതെന്ന് താരം. എന്നാൽ വീട്ടുടമയുടെ മൊഴി അമലയ്ക്ക് വാടകയ്ക്ക് നൽകിയത് വീടിന്റെ മുകളിലത്തെ ഭാഗമെന്ന്. നടി ഇവിടെ താമസിച്ചിരുന്നതായി പ്രദേശവാസികൾ ആരും മൊഴി നൽകാത്തതും താരത്തിന് തിരിച്ചടി. ക്രൈംബ്രാഞ്ചിന്റെ പുതിയ നീക്കം കേസുമായി ബന്ധപ്പെട്ട് താരത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണനയിലിരിക്കെ. വിശദീകരിച്ച് ഐസക്. KSRTCയുടെ ബാധ്യതകൾ ഏറ്റെടുക്കാനാവില്ലെന്ന സർക്കാർ വാദത്തിൽ വിശദീകരണവുമായി ധനമന്ത്രി തോമസ് ഐസക്. KSRTCയെ സഹായിക്കില്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. KSRTCയെ പുനരുദ്ധരിക്കാൻ പാക്കേജ് ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത്. പ്രതിസന്ധിക്ക് പോംവഴി സ്വന്തം കാലിൽ നിൽക്കാൻ KSRTCയെ പ്രാപ്തമാക്കുക മാത്രമെന്ന് തോമസ് ഐസക്. ഇതിനായി സർക്കാർ സഹായം നൽകും. അടുത്ത 2 വർഷം 1000 കോടി രൂപ പണമായി സർക്കാർ KSRTCക്ക് കൈമാറും. പെൻഷൻ കുടിശ്ശിക വന്നത്, ശമ്പളം, ഡീസൽ എന്നിവയുടെ ചിലവ് കൂടിയതുകൊണ്ട് KSRTCയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ കഴിവിന്റെ പരമാവധി സഹായിച്ചുവെന്നും തോമസ് ഐസക്. പ്രതികരണം. സർക്കാർ സത്യവാങ്മൂലത്തിനെതിരെ ഇടതു സംഘടനകളടക്കം രംഗത്ത് വന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണത്തിൽ സർക്കാരിന് നേരിട്ട് ബാധ്യതയില്ലെങ്കിൽ പോലും കോർപ്പറേഷന് പരമാവധി പിന്തുണ നൽകിയെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഗതാഗത വകുപ്പ് അഡീഷണൽ സെക്രട്ടറി S. മാലതി. ദൈനംദിന ചെലവുകൾക്ക് പുറമെ പെൻഷൻ നൽകാനുള്ള തുക കണ്ടെത്താൻ കോർപ്പറേഷന് കഴിയുന്നില്ലെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശം. സർക്കാരും KSRTCയും തമ്മിൽ പരസ്പരം പഴിചാരി സത്യവാങ്മൂലം നൽകിയത് പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരെ ട്രാൻസ്പോർട്ട് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ. മഞ്ഞിൽ കുളിച്ച് ഇന്ദ്രപ്രസ്ഥം. ശക്തമായ മൂടൽമഞ്ഞിൽ കുഴഞ്ഞ് ദേശീയ തലസ്ഥാനം. കാഴ്ച മങ്ങിയതിനെ തുടർന്ന് ട്രെയിനുകളുടെയും വിമാനങ്ങളുടെയും സേവനം തടസ്സപ്പെട്ട് ഗതികേടിലായത് 100-ലധികം യാത്രക്കാർ. മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകിയോടുന്നത് 62 ട്രെയിനുകൾ. 18 എണ്ണം റദ്ദാക്കിയപ്പോൾ സമയം പുനഃക്രമീകരിച്ചത് 20 ട്രെയിനുകൾ. 17 വിമാനങ്ങളും വൈകി. മൂടൽമഞ്ഞ് കാലത്ത് ട്രെയിനുകൾ വൈകുന്നത് കാരണം യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ട്രെയിനുകളിൽ ഫോഗ് സേഫ്റ്റി ഡിവൈസറുകൾ സ്ഥാപിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. അവധി ദിവസങ്ങളിലെ നിരക്കും മൂടൽമഞ്ഞ് മൂലമുണ്ടായ ക്ലേശവും കാരണം ആഴ്ചകളിലുള്ള പ്രത്യേക ട്രെയിനുകളുടെ സേവനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും അധികൃതർ. ഡൽഹിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.